നമുക്കൊപ്പം രഘുനാഥ് നാരായണൻ അവിടെ നിന്ന് തുടരുന്നുണ്ട്. രഘു, ഇതാ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തീകരിച്ച് അന്വേഷണ സംഘം രാഹുലുമായി ക്ലബ് 7 ഹോട്ടലിൽ നിന്ന് മടങ്ങുകയാണ്. ഇനി വേറെ എവിടെയെങ്കിലും തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ടോ, അതോ തിരിച്ച് എയർ ക്യാമ്പിലേക്ക് തന്നെയാണോ കൊണ്ടുപോകുന്നത്? AR ക്യാമ്പിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. ഒരുപക്ഷെ അത് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ വേറെ ഈ പ്രതിഷേധമോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരുപക്ഷെ കള്ളം പറയാം. നിലവിൽ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിലവിൽ AR ക്യാമ്പിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന. അരമണിക്കൂറിനകം തന്നെ രാഹുലിനെ കൊണ്ടുവന്ന അതേ വഴിയിലൂടെ തിരിച്ച് AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു. അതിജീവത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഹോട്ടലിലാണ് രാഹുലിനെ വെച്ച് രാഹുൽ അതിക്രൂരമായി പീഡിപ്പിച്ചത്. അവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തീകരിച്ച് അന്വേഷണ സംഘം മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോട്ടലിലേക്ക് മുറിയെടുത്തത് പരാതിക്കാരിയാണ്. ഹോട്ടലിൽ മുറിയുടെ വാടക നൽകിയത് പരാതിക്കാരിയാണ്. അവിടേക്ക് പരാതിക്കാരി വിളിച്ചതനുസരിച്ചാണ് രാഹുൽ ചെന്നത് എന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ വാദം. പക്ഷേ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് രാഹുൽ തിരുവല്ലയിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. പരാതിക്കാരി തിരുവല്ലയിൽ എത്തുന്നു. പക്ഷേ തിരുവല്ലയിൽ എത്തിയപ്പോൾ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുകയാണ്. അവർ ആഹാരം കഴിച്ച് ചായ കുടിച്ച് സംസാരിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ താനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടും ഒരു യുവതിയുമായി ഇത്തരത്തിൽ ഒരു ഹോട്ടലിൽ ഇരുന്ന് ചായ കുടിക്കുന്നതും മറ്റും ഇമേജിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഒരു മുറിയെടുത്ത് അവിടെ കാത്തിരിക്കൂ എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ യുവതി മുറിയെടുക്കുന്നു, അവിടെ കാത്തിരിക്കുന്നു. പിന്നീട് അവിടേക്ക് കടന്നു വരികയും ഒന്നും സംസാരിക്കുക പോലും ചെയ്യാതെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതിക്കാരിയുടെ മൊഴി. എന്തായാലും കസ്റ്റഡിയിൽ കിട്ടിയ ആദ്യ ദിവസം അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് രാഹുലിനെ AR ക്യാമ്പിൽ എത്തുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇന്ന് ഒരു ദിവസം മുഴുവൻ അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ രാഹുലുണ്ട്. അതുകൊണ്ട് അതിരാവിലെ തന്നെ പരിശോധന പൂർത്തിയാക്കി AR ക്യാമ്പിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. കൂടുതലും ചോദ്യം ചെയ്യലിനും മറ്റുമായിരിക്കും ഇനി സമയം ചിലവഴിക്കുക. രാഹുൽ ഈ കേസുമായി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി കാര്യമായ രീതിയിൽ സഹകരിക്കുന്നില്ല എന്ന് കോടതിയിൽ തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. കാരണം രാഹുലുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കുറ്റവും കൃത്യവും ചെയ്തിട്ടില്ല. കാരണം നിലവിൽ നിയമവ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ക്രൈം ആകുന്ന അല്ലെങ്കിൽ കുറ്റമാകുന്ന ഏതെങ്കിലും പ്രവൃത്തി തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ വാദം. പ്രതിഭാഗം അതിന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം ഹൈക്കോടതി സമാനമായ രീതിയിൽ 2 പരാതികളുണ്ട്. ആ പരാതികളിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതാണ്. അങ്ങനെ പ്രതിക്ക് ജാമ്യം അല്ലെങ്കിൽ കുറ്റാരോപിതന് ജാമ്യം തേടാനുള്ള അവസരം നിഷേധിക്കാൻ വേണ്ടിയാണ് രാത്രിയിൽ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. എന്തായാലും ഈ കേസിൽ നിർണായകമായ ഒരു ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ഇപ്പോൾ അന്വേഷണ സംഘം ക്ലബ് 7 ഹോട്ടലിൽ തെളിവെടുപ്പ് പൂർത്തീകരിച്ച് മടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ AR ക്യാമ്പിലേക്കാണ് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. മറ്റെവിടെയും ഇന്ന് തെളിവെടുപ്പ് ഇനി ഉണ്ടാകില്ല. ഇനി ബാക്കിയുള്ള സമയം കൂടുതൽ രാഹുലിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ക്ലബ് 7 ഹോട്ടലിൽ വെച്ച് ഈ ബലാത്സംഗം നടന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത്. ആ വിവരങ്ങളാണ് ഇന്നിപ്പോൾ അവിടെ നിന്ന് ശേഖരിച്ചിരിക്കുന്നത്. അവിടെ എത്തിയുള്ള തെളിവ് ശേഖരണമാണ് ഇന്നിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി നാളെ ഉച്ചവരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാകുള്ളൂ. ആ സമയം വരെ രാഹുലിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് നീക്കം. പക്ഷേ രാഹുലാണെങ്കിൽ അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ SIT വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ ചോദ്യങ്ങളോട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. താൻ തെറ്റുകാരനല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് രാഹുൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എത്രയൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് രാഹുലിന്റെ വാദം. അത് കോടതിയിലടക്കം നമ്മൾ കേട്ടതുമാണ്. ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ഈ ഒരു സമയം രാഹുലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് നീക്കം. 1ാമത്തെ പരാതി വന്നു, 2ാമത്തെ പരാതിയിൽ വന്നു, 3ൽ നിന്നും അതേ ഊരിപ്പോകാൻ വേണ്ടി പരമാവധി നേരത്തെ തന്നെ രാഹുൽ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മെസ്സേജുകളാണെങ്കിലും അതെ, ഇനിയിപ്പോൾ ആ കുട്ടിയെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഘട്ടത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അതെ, ആ യുവതിയെ കൊണ്ടാണ് അവിടെ മുറിയെടുപ്പിച്ചിരിക്കുന്നതും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും അതിൽ നിന്ന് ഊരിപ്പോകാനുള്ള പ്ലാനിങ്ങുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടന്നിരിക്കുന്നത്. 3ാമത്തെ പരാതിയിലാണ് ഈ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്നത്. അതിലാണ് ഇപ്പോൾ തെളിവ് ശേഖരണം നടന്നിരിക്കുന്നത്.